സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ 75,000-ലേറെ പേർക്ക് നായ്ക്കളുടെ കടിയേറ്റെന്ന് ഔദ്യോഗിക കണക്ക്. പേവിഷബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 6 ആയി. മാരകമായ കടിയേറ്റെത്തുന്നവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഈ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. തെരുവുനായയുടെ ആക്രമണത്തിലാണ് ഈ കുരുന്നുമുഖം ഈ അവസ്ഥയിലായത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ നായ കടിച്ചുകുടഞ്ഞു. ഒന്നലറി വിളിക്കാൻ പോലും അവനായില്ല. വായിലാണ് കടിയേറ്റത്. ചുണ്ടും കവിളും തമ്മിൽ വിട്ടുപോയി. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. ഇതുപോലെ 2 കുഞ്ഞുങ്ങൾ കൂടി ഇപ്പോഴും SIT ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കയറി പിടിച്ചത് വായിലായി. കുഞ്ഞിനെ വിളിച്ച് കൂവാൻ പോലും പറ്റിയില്ല. അവിടെയും കിടപ്പുണ്ട് ഒരു പൊടിക്കൊച്ച്. അതിന് നീര് കൊണ്ട് കണ്ണു പോലും കാണാൻ വയ്യാത്ത രീതിയിൽ അവിടെ കിടക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 75,000-ലേറെ പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റത്. ഇതിൽ 6 പേർക്ക് ദാരുണ മരണം സംഭവിച്ചു. ഇവരിൽ പലർക്കും മരുന്ന് കിട്ടാത്ത സാഹചര്യവുമുണ്ടായി. തെരുവുകൾ മാലിന്യക്കൂമ്പാരമായതോടെ നായ്ക്കളുടെ ശല്യമേറി. കാൽനട പോലും ദുസ്സഹം. നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ വന്ധ്യംകരണം നടത്തുന്നുണ്ടെന്നാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിശദീകരണം. എന്നാൽ ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെന്നതാണ് വസ്തുത. എല്ലാത്തിനെയും കൊന്നൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഈ കണക്കുകളും യാഥാർത്ഥ്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. അതിന്റെ മുന്നിൽ കണ്ണടച്ചു നിൽക്കുന്നതും പകച്ചു നിൽക്കുന്നതും അധികാരികൾക്ക് ചേർന്നതല്ല. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരുവുനായ സംരക്ഷണത്തിനായി കൊച്ചിയിൽ ഡോഗ് വെൽഫെയർ കമ്മിറ്റി എന്ന സംഘടന രൂപീകരിച്ചു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാകും പ്രവർത്തനം. തെരുവുനായ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ നിയമപരമായി അതാത് ഭരണ സംവിധാനങ്ങൾക്ക് ചുമതലയുണ്ടെന്ന് ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യവസായിയായ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. അയൽവാസിയായ കാളിക്കുട്ടിയെ വീട്ടിൽ കയറി നായ കടിച്ചപ്പോൾ രക്ഷിക്കാനായി ചെന്നതായിരുന്നു കരൾ രോഗബാധിതയായ സോഫിയ. കാളിക്കുട്ടിയെ കടിച്ച നായ സോഫിയയെയും കടിച്ചു. നായ കടിച്ചതിന്റെ ദുരിതം ഇരുവർക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തെരുവുനായ കടിച്ച് പരിക്കേൽക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു. മരണം വരെ സംഭവിക്കുന്നു. ഇതിനൊരു പരിഹാരം ലക്ഷ്യമിട്ടാണ് ഡോഗ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. നായ്ക്കളെ സംരക്ഷിക്കാനുള്ള താവളങ്ങൾ ആദ്യപടിയായി തുടങ്ങും. പിന്നീട് വന്ധ്യംകരണം നടത്തി പൊതുശല്യമാകാതെ നായ്ക്കളെ പരിപാലിക്കാനാണ് പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ അരിഞ്ഞിരിക്കുന്ന നായ്ക്കളെ കൂട്ടിലടച്ച് സംരക്ഷിക്കേണ്ട കടമ ഓരോ പഞ്ചായത്തിനും അതുപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റിക്കും ഉണ്ടത്രേ. ആ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല. സംഘടനയുടെ ചെയർമാനായി ജോസ് മാവേലിയെ തെരഞ്ഞെടുത്തു. എല്ലാ ജില്ലകളിലും സംഘടനാ പ്രതിനിധികളെ നിയമിച്ച് പ്രവർത്തനം എത്രയും വേഗം തുടങ്ങാൻ യോഗത്തിൽ തീരുമാനമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കേരളം ഇന്നു നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തെരുവുനായകളുടെ ആക്രമണം. അനേകം ആളുകളാണ് ഇതിനിരയായി തീർന്ന് ഗുരുതരമായ രീതിയിൽ പരിക്കുപറ്റിയതും മരണത്തിനടിമപ്പെട്ടതും. പിഞ്ചു കുട്ടികൾക്ക് മുതൽ വളർത്തുമൃഗങ്ങൾക്ക് വരെ ഇതിൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ഇവയുടെ ശല്യം കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഭീകരമായ ഈ പ്രശ്നത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇല്ലാതെ വന്നപ്പോഴാണ് തെരുവുനായ്ക്കളില്ലാത്ത കേരളം എന്ന ലക്ഷ്യവുമായി ഡോഗ് വെൽഫെയർ കമ്മിറ്റി എന്ന ജനകീയ സംഘടന രൂപം കൊണ്ടത്. തെരുവുനായ്ക്കളെ പിടികൂടി പൊതുജനങ്ങൾക്ക് ശല്യമില്ലാതെ പ്രത്യേക സ്ഥലത്ത് തയ്യാറാക്കുന്ന നായ ഷെൽട്ടറുകളിൽ താമസിപ്പിച്ച് അവയ്ക്ക് ഭക്ഷണവും മറ്റും നൽകി ആരോഗ്യമുള്ള നായ്ക്കളാക്കി മാറ്റുന്ന
ഒരു പദ്ധതിയാണിത്. സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പല പേർക്കെങ്കിലും ഭാഗ്യത്തിന് കാറുണ്ടായിരിക്കാം. കാറിനുള്ളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ച് അതൊരു അപകട രീതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ മുസ്താവേരി പറഞ്ഞതുപോലെ പണ്ടൊക്കെ നായ്ക്കൾ കൊല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് പഞ്ചായത്ത് നടപ്പാക്കിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുണ്ടാവും, 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ കേന്ദ്രത്തിലെ ഒരു വനിതാ മന്ത്രി മാത്രം ഇടപെട്ടിട്ട് തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതിനുശേഷമാണ് ഇത്രയ്ക്കധികം തെരുവ് നായ്ക്കൾ ഇതിൽ പിരിഞ്ഞത്. നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്. ഈ ഒരു വർഷം തന്നെ 6 പേരാണ് മരിച്ചത്. 6 പേര് വിഷബാധയായിട്ട് 6 പേര് മരിച്ചു കഴിഞ്ഞു. അതുപോലെ ആയിരക്കണക്കിന് പേര് കടിയേറ്റ സംഭവം പേപ്പറിൽ വന്നു കഴിഞ്ഞു. അതുപോലെ കടിയേറ്റിട്ട് പത്രത്തിൽ വരാത്ത കാര്യങ്ങൾ ആരും അറിയുന്നില്ല. ഇവിടെ കേരളത്തിലാദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങിയ സംഘടനയ്ക്ക് എല്ലാ പ്രതീക്ഷകളുണ്ട്. കാരണം നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ. അതിന് മാവേലി എടുത്ത നേതൃത്വത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന് ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ സംഘടനയെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യ യൂണിറ്റിൽ 100ഓളം നായ്ക്കളെ സംരക്ഷിക്കുവാനാണ് ഡോഗ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനം. സംരക്ഷിക്കപ്പെടുന്ന നായ്ക്കളുടെ ഭക്ഷണം, രോഗചികിത്സ, വന്ധ്യംകരണം എന്നിവയെല്ലാം ഈ സംഘടനയുടെ നിയന്ത്രണത്തിൽ നടത്തുവാനാണ് തീരുമാനം. ആലുവയിൽ നാട്ടുകാർക്ക് ഭീഷണിയായ തെരുവ് നായകളെ കൂടുകളിലേക്ക് മാറ്റി തുടങ്ങി. ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി 30-ലേറെ തെരുവ് നായകളെ പിടികൂടി ഡോഗ് ഷെൽട്ടറിലേക്ക് മാറ്റി. ഡോഗ് വെൽഫെയർ കമ്മിറ്റിയാണ് അലഞ്ഞുതിരിയുന്ന നായകൾക്ക് കൂടൊരുക്കിയത്. കുന്നുകരയിൽ തെരുവുനായകളിൽ നിന്ന് കഴിഞ്ഞ ദിവസവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കടിയേറ്റിരുന്നു. ഇതോടെയാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പോലും കാത്തുനിൽക്കാതെ ഡോഗ് വെൽഫെയർ കമ്മിറ്റി ഡോഗ് ഷെൽട്ടർ പദ്ധതി പ്രായോഗികമാക്കിയത്. ചെമ്മനങ്ങാട്, പനയക്കടവ് ഭാഗങ്ങളിൽ നിന്നാണ് പട്ടിപിടുത്തത്തിന് ആരംഭം കുറിച്ചത്. പ്രത്യേകതരം വല ഉപയോഗിച്ചാണ് നായകളെ കുരുക്കിയത്. ഡോഗ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നായകളെ പിടികൂടാൻ ആളുകളെത്തിയതറിഞ്ഞ് സഹായികളായി നാട്ടുകാരും ഒപ്പം കൂടി. അത്താണി, പറവൂർ കവല, ശിവരാത്രി മണപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് വഴിയാത്രക്കാർക്ക് ഭീഷണിയായിരുന്ന നായകളിൽ ഒട്ടുമിക്കതും വലയിലായി. ഇവയെല്ലാം കൂവപ്പൊടിയിലൊരുക്കിയ ഡോഗ് ഷെൽട്ടറിലേക്ക് മാറ്റി. ഷെൽട്ടറിലെത്തിക്കുന്ന നായകളെ ഭക്ഷണവും മരുന്നും നൽകി സംരക്ഷിക്കുകയാണ് ഡോഗ് വെൽഫെയർ കമ്മിറ്റിയുടെ ലക്ഷ്യം. വളർത്താൻ താൽപ്പര്യമുള്ളവർക്കും പട്ടികളെ നൽകും. തെരുവ് നായകളെ പിടികൂടി ഷെൽട്ടറിലെത്തിക്കുന്നവർക്ക് പ്രതിഫലവും ലഭിക്കും. മനോരമ ന്യൂസ്, കൊച്ചി. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ എല്ലാം സഹകരണത്തോടെ ഡോഗ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനം കേരളം മുഴുവൻ നടപ്പിലാക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭീഷണിയില്ലാത്ത കേരളം സൃഷ്ടിച്ചെടുക്കാൻ പൊതുജനങ്ങളായ നമ്മൾക്കെല്ലാവർക്കും ഈ സംഘടനയിൽ അണിചേരാം.